ഇവിടെ ഫയർ ഫൈറ്റേഴ്സിന് ഒരു കോൾ വരുന്നു. അവർ പറഞ്ഞ സ്ഥലത്തെത്തിയെങ്കിലും യാതൊരു അപകടവും നടന്ന ലക്ഷണമില്ല. ഓഫീസിൽ വിളിച്ച് ചോദിക്കുമ്പോൾ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞ കോൾ കട്ട് ചെയ്തതായി പറയുന്നു. ഓരോ ഓഫീസർമാരായി ഓരോ അപ്പാർട്ട്മെന്റിലും കയറി ചോദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഒരു ലേഡി വന്ന് അവരെ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വന്ന ഫയർ ഫൈറ്റേഴ്സ് തലയിൽ മുറിവ് പറ്റിയിരിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു. തുണി മാറ്റി നോക്കുമ്പോഴാണ് അവർ ഷോക്കായത്. നോക്കുമ്പോൾ അതൊരു വെടികൊണ്ടുണ്ടായ മുറിവാണ്. അമ്മയോട് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവർ ചുവരിൽ ഒരു ബുള്ളറ്റ് തുളച്ചു വന്ന അടയാളം കാണിക്കുന്നു. അവർ വളരെയധികം പേടിയോടെയാണ് പെരുമാറുന്നത്. അടുത്ത അപ്പാർട്ട്മെന്റിൽ നടന്ന വെടിവയ്പിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ചുവര് തുളച്ചു വന്നതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് വലിയ രീതിയിൽ അപകടം പറ്റാതിരുന്നത്. അവർ കുട്ടിയുടെ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ്ടും വെടിവയ്പ് നടക്കുന്നു. അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടവർ ഒരു വിധത്തിൽ ആംബുലൻസിലേക്ക് വന്ന് കയറുന്നു. ഓക്സിജൻ മാസ്ക് വയ്ക്കാൻ പോകുമ്പോൾ അവന് മൂക്കിലെന്തോ ഇരിക്കുന്നത് പോലെ തോന്നുന്നു. മാസ്ക് വയ്ക്കാൻ പറ്റില്ലെന്ന് പറയുന്നു. സംശയം തോന്നിയവർ അവന്റെ മൂക്ക് പരിശോധിക്കുന്നു. അപ്പോഴാണ് അവർ ഒരു കാര്യം കണ്ടെത്തുന്നത്. അവന്റെ തലയിൽ കൊണ്ട ബുള്ളറ്റ് മൂക്കിന്റെ ദ്വാരത്തിൽ വന്ന് അടഞ്ഞിരിക്കുന്നു. അവർ സേഫായി ഒരു കത്രിക യൂസ് ചെയ്ത് ആ ബുള്ളറ്റ് പുറത്തെടുക്കുന്നു. വലിയ ആപത്തൊന്നുമില്ലാതെ അവൻ രക്ഷപ്പെട്ടതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു.